താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. 5 മഹാപുരുഷയോഗങ്ങൾ അറിയണ്ടേ? രുചകയോഗം, ഹംസയോഗം, മാളവ്യയോഗം, ഭദ്രയോഗം, ശശയോഗം എന്നിവയാണ് പഞ്ചമഹായോഗങ്ങൾ. ഈ പഞ്ചമഹായോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പുരുഷയോഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. പക്ഷേ ചിലർക്ക് ഫലത്തിൽ വരാറില്ല. ഈ 5 യോഗങ്ങൾ അനുഭവയോഗ്യമായാൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ഭദ്രയോഗം. ബുധൻ തന്റെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, ലഗ്നകേന്ദ്രം എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ ഭദ്രയോഗം ഭവിക്കുന്നു. അങ്ങനെയുള്ളവർ സമർത്ഥൻ, വാചാലൻ, ത്രിദോഷമുള്ളവൻ, ശാസ്ത്രജ്ഞൻ, ധൈര്യവാൻ, ദേവബ്രാഹ്മണ ഭക്തൻ, ശ്യാമളവർണം, കലാവിദ്യാദികളിൽ സമർത്ഥൻ, ദീർഘായുസുള്ളവൻ, ഭദ്രയോഗമുള്ളവരായിരിക്കും. രുചകയോഗം. കുജൻ തന്റെ സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം, ലഗ്നകേന്ദ്രം എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ രുചകയോഗം ഭവിക്കും. ഉത്സാഹം, ശൗര്യം, ധനം, സഹസ്രബലം എന്നീ ഗുണങ്ങൾ, ശ്രീമാൻ, യുദ്ധം ജയിക്കുന്നവൻ, സർക്കാർ പ്രിയൻ, പിത്തപ്രധാനം, പ്രസിദ്ധൻ, ചപലൻ, ക്ഷിപ്രകോപി എന്നിവയെല്ലാം രുചകയോഗമുള്ളവരിൽ ദർശിക്കാം. ഹംസയോഗം. ഗുരു തന്റെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, ലഗ്നക്ഷേത്രം എന്നീ സ്ഥാനങ്ങളിൽ വാസമുറപ്പിക്കുന്ന പക്ഷം ഹംസയോഗം വരുന്നു. ധനം, ധർമ്മം, സുഖം, രാജപ്രീതി, ഗുരുദേവ ബ്രാഹ്മണ ഭക്തി, കഫപ്രധാനി, വലിയ യശസ്, ഔദാര്യം, ദീർഘായുസ്, സ്വരമാധുരി എന്നിവയെല്ലാം ഹംസയോഗമുള്ളവരിൽ ദർശിക്കാം. മാളവ്യയോഗം. ശുക്രൻ തന്റെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, ലഗ്നകേന്ദ്രം എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ മാളവ്യയോഗം ഭവിക്കും. സംഗീതപ്രിയൻ, വെള്ളി, രത്നങ്ങൾ, കട്ടിൽ, കിടക്ക മുതലായവയും സ്ത്രീകൾ വിശേഷ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായവ ധാരാളമുള്ള ആളായും വിഷയസുഖങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളായും സ്ത്രീകൾക്ക് സുഭഗനും കഫവാദപ്രധാനിയും. ശശയോഗം. ശനി തന്റെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, ലഗ്നകേന്ദ്രം എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ ശശയോഗം ഭവിക്കും. സർക്കാർ പ്രീതി, ദേശം, നഗരം ഇവയുടെ ആധിപത്യം, മാതൃഭക്തി, കൃഷിധാന്യ സമൃദ്ധി, വാദപ്രാധാന്യം, കരുത്ത്, ചടച്ച ദേഹം, അന്യരുടെ കളവ് കണ്ടുപിടിക്കാനുള്ള കഴിവ് എന്നിവ ശശയോഗത്തിൽ ദർശിക്കാം. താംബൂലത്തിൽ അഭിലാഷ് പറയേരെ. അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.